ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ബലിപുരകൾ നിർമ്മാണം പുരോഗമിക്കുന്നു. കേരളത്തിൽ പിതൃമോക്ഷ കർമ്മങ്ങളിൽ പ്രസിദ്ധമായ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്ക് ഒരുക്കങ്ങൾ പൂർണ്ണമായതായി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി അശോക വാര്യർ പറഞ്ഞു. നിള നദിക്കരയിൽ പഞ്ചപാണ്ഡവരാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. മഹാഭാരത യുദ്ധാനന്തരം പിതൃമോക്ഷം തേടി അലഞ്ഞ പാണ്ഡവർ നിള നദിക്കരയിലെ ഭാരതഖണ്ഡത്തിൽ തർപ്പണം ചെയ്തതോടെയാണ് പിതൃമോക്ഷം പ്രാപ്തി നേടിയതെന്നും വിശ്വസിച്ചു പോരുന്നു. ആയിരക്കണക്കിന് ആളുകൾ പിതൃമോക്ഷ പുണ്യം നേടിയെത്തുന്ന വാവു ദിനത്തിൽ വരുന്നവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ട്രസ്റ്റി അശോക വാര്യർ പറഞ്ഞു. ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടക വാവുബലി ഓഗസ്റ്റ് 24-ാം തീയതിയാണ്. അന്ന് കാലത്ത് 3 മണി മുതൽ കർക്കിടക വാവുബലി തുടങ്ങും. 10 വരെ ബലികളുണ്ടാവും. അതിനുശേഷം അമ്പലത്തിൽ പിതൃക്കൾക്ക് വേണ്ടിയുള്ള തിലോഹോമം പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ കർക്കിടകനോട് ബന്ധിച്ച് നമ്മുടെ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലും അതുപോലെ ഹെൽത്തിൻ്റെയും സഹായങ്ങളെല്ലാം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതെല്ലാം അവരുടെ സാധാരണ വരുന്നവരെ അവരെല്ലാവരും വരും. പിന്നെ വളണ്ടിയേഴ്സിനെ ഇവിടുത്തെ മാക്സിമം വളണ്ടിയേഴ്സിനെ നാട്ടുകാരുടെ ഒരു സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വളണ്ടിയേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ടാവും, കൂടുതലും ആൾക്കാരുണ്ടാവും. പിന്നെ കർക്കിടകത്തിൽ പ്രത്യേകിച്ച് അമ്പലത്തിൽ നടക്കുന്ന പൂജാദികൾ മനോദ്യോഗം സേവ അങ്ങനെ കാര്യങ്ങളെല്ലാം അതെല്ലാം സാധാരണമായി നടക്കുന്നുണ്ട്. മഴ കനത്താൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ഉയരുവാൻ സാധ്യത ഉണ്ടെന്നും വരുന്ന ഭക്തർ വളണ്ടിയർമാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഭാരതപ്പുഴയിലെ ഇപ്പോഴത്തെ പരിസ്ഥിതി വെച്ച് മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കൂടുതലാകാൻ സാധ്യതയുണ്ട്. പഴയമാതിരി ഇപ്പോൾ സൈഡെല്ലാം റിവർ മാനേജ്മെൻറ്റ് പടുത്ത് നല്ല ആഴമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം. വരുന്ന ഇവിടുത്തെ വളണ്ടിയേഴ്സുമാരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ വള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുകയാണല്ലോ. ഫയർഫോഴ്സ് ഇതിൻ്റെ അനുസരിച്ച് ഫയർഫോഴ്സ് ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ പുഴയിൽ വെള്ളം കയറുകയാണെങ്കിൽ മാത്രമാണ് ഫയർഫോഴ്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ അത്രയ്ക്ക് വെള്ളമില്ല. എങ്കിലും ഇങ്ങനെ മഴ കണ്ടിന്യൂസ് പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുഴയിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്.